ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരൻ വന്ന് പതിവ് പോലെ ഉമ്മറത്തിരുന്ന് പാട്ടും പാടി ബീഡി തീ കൊളുത്താൻ നോക്കുമ്പോഴേക്കും നിധി തിരിഞ്ഞു നോക്കിയപ്പോൾ വായിൽ നിന്നും അതെടുത്തു മാറ്റി. നികേഷിനെ അന്വേഷിച്ച് പോയവരെയും നോക്കിയിരിക്കുമ്പോൾ നിധി നികേഷുമായുള്ള നിമിഷങ്ങളും സംസാരങ്ങളും എല്ലാം ഓർത്തെടുക്കുന്നു. വീട്ടിലെ ചേട്ടന്മാര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ വിഷമം വരും. ഏടത്തി വന്നതിന് ശേഷമായി വീടൊരു വീടായത്. മുമ്പൊക്കെ ഒരു 4 ദിവസമെങ്കിലും സുധീഷേട്ടനും ഹരീഷേട്ടനും വഴക്കുണ്ടാക്കും എന്ന് നികേഷ് പറഞ്ഞത് നിധി ഓർക്കുന്നു. പിന്നീട് സുധീഷ് അന്വേഷിച്ച് രാത്രി നികേഷിനെ കണ്ടെത്തി എന്ന് തോന്നുന്നു. സുധീഷ് നികേഷിനോട് സാധാരണ പോലെ ചോദിക്കുന്നുണ്ട്, സാധാരണ നീ കോളേജ് കഴിഞ്ഞാൽ വീട്ടിലെത്താറുള്ളതല്ലേ? ഇന്നിപ്പോ രാത്രിയായി, എന്നിട്ടും നീ വീട്ടിലേക്ക് പോയിട്ടില്ല. ഇവിടേക്കാണ് എന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കപ്പലണ്ടി പൊതിയുമായി വന്നേനേലോടാ എന്ന്. എടാ, ഇതിനും മാത്രം എന്താടാ ഉണ്ടായത്? ഇത്രയും കാലം അറിയാതിരുന്നൊരു കാര്യം നീ ഇപ്പോൾ അറിഞ്ഞു. അതിലും കൂടുതലായി എന്താ ഒരു കുഴപ്പമുണ്ടായോ എന്ന് ചോദിക്കുമ്പോഴും നികേഷ് ഒന്നും മിണ്ടാതെ വിങ്ങി വിങ്ങി കരയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ തന്നെ സുധീഷ് നിധിയെ വിളിച്ച് പറയുന്നുണ്ട്, നികേഷിനെ കണ്ടു, താൻ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു എന്ന്. നിധിക്ക് അത് കേട്ടതും കരയണോ ചിരിക്കണോ എന്നറിയാതെ നിൽക്കുന്നു. എങ്ങനെയെങ്കിലും സുധീഷ് പറഞ്ഞ് നികേഷിനെ വീട്ടിലെത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.